നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 പുതിയ ഭരണപരിഷ്കാരം പലപ്പോഴും സ്വല്പം സമാധാനക്കേട് ഉണ്ടാക്കുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഒരു ചിട്ടയോടുകൂടിയതായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാൻ അല്ലെങ്കിൽ പ്രസ്ഥാനം ഭാവിയിലേക്ക് ഗുണകരമാക്കി തീർക്കുവാൻ ഇത് ഉപകരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള നേട്ടം 2027 ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും ഇടവരും. മംഗളകർമ്മങ്ങൾക്ക് അവിചാരിതമായിട്ടുള്ള നേതൃത്വം നൽകുവാനും സർവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അതെല്ലാം തന്നെ മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ആധുനിക പ്ലാനുകളാണെങ്കിൽ പോലും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തി അത് പണിയാനുള്ള തുടക്കം കുറിക്കാൻ അവസരം ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. എന്നാൽ 2027 മാത്രമേ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് പഠിക്കാനുള്ള അവസരം വന്നു ചേരുമെങ്കിലും പ്രാരംഭത്തിൽ അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുമെങ്കിലും വിദേശത്ത് പഠിച്ചാൽ അനുബന്ധമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില വിദ്യാർത്ഥികളെല്ലാം തന്നെ രക്ഷിതാക്കളുടെ നിർബന്ധത്താൽ പിന്മാറുവാനിടയുണ്ട്. മറ്റ് ചില വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുക, ജന്മനാട്ടിൽ എത്തിച്ചേരുക, നല്ല ജോലിയിൽ പ്രവേശിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ നിഷ്പ്രയാസം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ജീവിതമാർഗത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏർപ്പെടുന്നതിനാൽ ഒരുപക്ഷെ ഈ ഒരു വർഷം ദേഹത്തിന് ക്ഷീണാവസ്ഥകളുണ്ടാവുക, മറ്റ് ചിലർക്ക് കുടുംബാംഗങ്ങളെ അച്ഛനമ്മമാരോടൊപ്പം താമസിച്ചുകൊണ്ട് ജോലി സ്ഥലത്ത് മാസത്തിലൊരിക്കൽ വന്നു പോകുക തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരിക, വേറെ ചിലർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് 6 മാസം മറ്റ് സ്ഥലത്ത് താമസിച്ചുകൊണ്ടും ഏത് പ്രകാരത്തിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തരണം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം ഈ ഒരു വർഷത്തിലുണ്ടാകുവാൻ ഇടയുള്ളത്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ജോലിയോടൊപ്പം പഠിക്കാനും പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. നാഡീരോഗപീഠകളെ കൊണ്ട് കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സ്വല്പം അസ്വാരസ്യങ്ങളുണ്ടാവുകയും എന്നാൽ അതിന് തക്കവണ്ണമുള്ള ചികിത്സാ രീതികളെല്ലാം അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. എന്നാൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പല കാര്യങ്ങളും മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും എഴുതി വെച്ചും കൊണ്ടും അനുവർത്തിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. ഉപകാര സ്മരണ നിലനിർത്തുവാനായിട്ട് ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ മക്കൾക്ക് പഠനത്തിനായിക്കൊണ്ട്, ഉപരിപഠനത്തിനായിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടയുണ്ട്. വർഷങ്ങളായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്നവർക്ക് ഓണാഘോഷത്തിനോ അഥവാ ഡിസംബർ മാസത്തിലെ അവധിക്കോ ജന്മനാട്ടിൽ വന്ന് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. പലപ്പോഴും വിമ്മിഷ്ടം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ
പ്രാണായാമം, യോഗയൊക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ രോഗാവസ്ഥകളെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാരണങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ട് വിദേശത്ത് ജോലി നഷ്ടപ്പെടുവാനിടയുള്ളത് കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഓഗസ്റ്റ് മാസം മുതൽ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരും. വേറെ ചിലർക്ക് നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളെ കൊണ്ട് നീക്കിയിരിപ്പ് വളരെ കുറവായതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ഒരു ഉപവിഭാഗമായിട്ടുള്ള ജന്മനാട്ടിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകുവാനും ആശ്വാസകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും യോഗമുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും പൂർത്തീകരിക്കുവാനും ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും എന്നാൽ അന്തിമമായിട്ട് ഉദ്ദേശിച്ച ഭൂമി തന്നെ കൈവശം വന്നു ചേരുവാനും ഇടയുണ്ട്. അവിചാരിതമായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സർവകാര്യ വിജയം കൈവരിക്കാനിടയുണ്ട്. പലപ്പോഴും തടസ്സങ്ങളുണ്ടാകുമോ എന്ന ധാരണയോടുകൂടിയും പല വിധത്തിൽ അസുഖങ്ങളുണ്ടാകുമോ എന്ന ദുസ്സംശയത്താലും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ എല്ലാ വിധത്തിലൊരു പരിശോധന നടത്തുവാനും പരിശോധനയിൽ പ്രത്യേകിച്ച് മാരകമായുള്ള അസുഖങ്ങളൊന്നുമില്ല, ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് ഈ സ്വസ്ഥതക്കേടുകളൊക്കെ ചേരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദേഹസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ മറ്റൊരു ഉയർന്ന തസ്തികയോടുകൂടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കാനുള്ള അവസരം അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലും എത്തിക്കുവാനും സാധിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും. ഐശ്വര്യപൂർണമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങളുണ്ടാകുന്നത് വഴി മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും കൃതാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനും അനുവർത്തിക്കുവാനും സാധ്യതയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും അതിന് വേണ്ട തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നു. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് തിരിച്ച് ലഭിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പ്രായോഗികമായിട്ടും പ്രാദേശികമായിട്ടുള്ള സ്വീകാര്യതയുള്ള കാര്യങ്ങളെ ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഒഴിവാക്കി വ്യാപാര മേഖലകളിലും വിപണന മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഭാഗമായിട്ട് ഒരു പക്ഷേ കടം കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഒരു വർഷം തന്നെ ഒഴിവാക്കിയും കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളിലേക്ക് മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും അവിട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.